നമസ്കാരം. ഭൂമി പലവിധ ആവശ്യങ്ങൾക്കായിട്ടാണല്ലോ നാം ഉപയോഗിക്കുന്നത്. ഭൂമിയുടെ ഉപയോഗക്രമം അനുസരിച്ച് അതിനെ പലതായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. നിലം, പുരയിടം, പറമ്പ്, നഞ്ച, പുഞ്ച, കരിനിലം, ഇങ്ങനെയൊക്കെ അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിലം എന്ന് പറയുമ്പോൾ നെൽകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തിനെയാണ് നിലം എന്ന് പറയുന്നത്. വയൽ ഭൂമിയാണ് നമ്മൾ നിലം എന്ന് പറയുന്നത്. പുരയിടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് വെക്കാനായിട്ട് അല്ലെങ്കിൽ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തിനെയാണ് പുരയിടം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ റവന്യൂ രേഖകളിലൊക്കെ ഇത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളത് ഡോക്യുമെൻ്റ് കിട്ടുമ്പോൾ പരിശോധിക്കണം. അതുപോലെ പറമ്പ് എന്ന് പറഞ്ഞാൽ കരകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്തിനെയാണ് പറമ്പ് എന്ന് പറയുന്നത്. അതായത് നിലത്തിൻ്റെ നിർവചനത്തിൽ പെടാത്ത ഭൂമിയാണ് കരഭൂമിയായിട്ട് പറമ്പ് എന്ന് പറയുന്നത്. ഇനി നഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ്ലാൻഡാണ്. നഞ്ച വെറ്റ്ലാൻഡ്, അത് ഈ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ് നഞ്ച എന്ന് പറയുന്നത്. അവിടെ നമുക്ക് വയൽ ഭൂമിയായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. പുഞ്ച എന്ന് പറയുന്നത് കരകൃഷിക്കായിട്ട് ഉപയോഗിക്കുന്ന കരഭൂമിയാണ് പുഞ്ച എന്ന് പറയുന്നത്. കരിനിലം എന്ന് പറയുന്നത് കരിമണ്ണുള്ള സ്ഥലങ്ങൾ, പ്രത്യേക ഉപ്പുവെള്ളമൊക്കെ നിറഞ്ഞ സ്ഥലങ്ങൾ, അതുപോലെ വെള്ളം കയറുമ്പോൾ മാത്രം മഴക്കാലത്തൊക്കെ മാത്രം, വർഷകാലങ്ങളിലൊക്കെ മാത്രം കൃഷി ഇറക്കാനായിട്ട് പറ്റുന്ന ഒരു സ്ഥലമാണ് കരിനിലം എന്ന് പറയുന്നത്. ഈ എറണാകുളം, കോട്ടയം, തൃശ്ശൂർ, ആലപ്പുഴ ഇവിടെയൊക്കെ ധാരാളം കരിനിലങ്ങൾ കാണാനായിട്ട് സാധിക്കും.